പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാൾ എൻ്റെ കൂടെയുണ്ട്. അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്. ചാനൽ ചർച്ചകളിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്, അപ്പോൾ ഞാനും കാണാറുണ്ട്. എനിക്ക് അങ്ങേ കാണുമ്പോൾ ആദ്യം ചോദിക്കാൻ ഞാൻ മനസ്സിൽ കരുതി വെച്ചൊരു ചോദ്യമുണ്ട്. എങ്ങനെയാണ് ഇത്രമാത്രം സൗമ്യനായിരിക്കാൻ പറ്റുന്നത്? അതൊരു ബോധപൂർവ്വമുള്ള തീരുമാനമൊന്നുമല്ല, അതൊരു ഓരോരുത്തരുടെ പ്രകൃതി എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ. പിന്നെ എൻ്റെ ഒരു ബോധ്യം എന്ന് പറയുന്നത് നമ്മൾ വളരെ ഉറക്കെ സംസാരിക്കുന്നതുകൊണ്ടോ അലർന്നതുകൊണ്ടോ നമ്മൾ പറയുന്ന കാര്യം കൂടുതൽ രജിസ്റ്റർ ചെയ്യപ്പെടുമൊന്നുമില്ല. അപ്പുറത്തിരിക്കുന്ന ആളുകൾ ഭയങ്കര ബഹളം വെക്കുമ്പോഴും വളരെ കൂളായിട്ട് നിങ്ങളിങ്ങനെ ഇരിക്കുന്നത് കാണാം. എൻ്റെ മെൻറ്റർ ഉണ്ടായിരുന്നു, ഡോക്ടർ കൃഷ്ണൻ കാക്ക്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ഞങ്ങൾ ഈ സംവാദമൊക്കെ പഠിക്കുന്ന സമയത്ത്, ഡോണ്ട് റേസ് യുവർ വോയിസ്, റേസ് എ വാലിഡ് പോയിന്റ്. ഒച്ചയല്ല ഉയർത്തേണ്ടത്, പോയിന്റ് ഉയർത്തു. ഇപ്പൊ പലരും നേരെ തിരിച്ചാണ്, പോയിന്റ് ഒന്നും ഇല്ലാതെ വരുമ്പോൾ ബഹളം വയ്ക്കും. അതെ അതെ. അല്ല, പിന്നെ ഓരോരുത്തരുടെ പ്രകൃതിയൊക്കെയാണ്. ഞാനതൊരു വലിയ മെടുക്കായിട്ടും കാണുന്നില്ല കേട്ടോ. പല ആൾക്കാരും എൻ്റെ അടുത്ത് ഒരു കുറ്റായിട്ടും പറയാറുണ്ട്, നിങ്ങൾ തീരെ പോരാ ചർച്ചയിലൊക്കെ, എന്തൊക്കെ പറഞ്ഞാലും കേട്ട് മിണ്ടാതിരിക്കും. മറ്റവരൊക്കെ ആണെങ്കിൽ നല്ലോണം തിരിച്ചു പറയും. അല്ലെ, ആളുകൾക്ക് കുറച്ചുകൂടി വയലൻസ് ആണ് ഇഷ്ടം എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. കുറച്ച് ഹിംസ വേണമല്ലോ. നമ്മുടെ ഭാഷേൻ്റെ അങ്ങനെയല്ലേ, അവരെ വലിച്ചു കീറി തേച്ചൊട്ടിച്ചു ഭിത്തിയിൽ ചേർത്ത് എന്നൊക്കെയല്ലേ പറയാ. ഭയങ്കര ഹിംസാത്മകമാണ്. അപ്പോൾ അതൊക്കെയാണ് ആൾക്കാർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവർക്ക് എന്താ വെച്ചാൽ ഇങ്ങനെ ഭയങ്കര BJP-ക്കെതിരെയോ സംഘത്തിനെതിരെയോ ഹിന്ദുത്വത്തിനെതിരെയോ ഒക്കെ വല്ലാതെ പറയുന്ന ആളുകളെ അതേ നാണയത്തിൽ തിരിച്ചടിക്കണം, അവരുടെ വായടപ്പിക്കണം എന്നൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾ പലപ്പോഴും എന്നോട് പറയാറുണ്ട്, നിങ്ങൾ അതിനൊന്നും പോരാ, അങ്ങനത്തെ ചർച്ചയ്ക്കൊക്കെ മറ്റവരെ വിടണം, ഇവരെ വിടണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതൊരേ സമയത്ത് എൻ്റെ ഗുണമായിട്ട് പറയുന്നവരുണ്ട്, അതെൻ്റെ ഒരു ദോഷമായിട്ട് പറയുന്നവരുണ്ട്. അങ്ങ് ഉയർത്തുന്ന ഈ വാലിഡ് പോയിന്റ്സിനെ അങ്ങനെ ആരും കട്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. പഠിച്ചിട്ടാണോ പോകുന്നത്? തീർച്ചയായിട്ടും അതെ, പഠിച്ചിട്ടല്ലേ പോവാവൂ. ഞാൻ ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് ആ ചർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. എനിക്ക് അറിയാത്ത വിഷയമായിട്ട് ഞാൻ പോകാതിരിക്കാറുണ്ട്. എങ്ങനെയെങ്കിലും ഒരു ചർച്ചയിൽ പോകണം എന്നുള്ള നിർബന്ധമൊന്നും എനിക്കില്ല. ഞാൻ പോയതുകൊണ്ട് ഞാൻ പ്രതിദാനം ചെയ്ത പ്രസ്ഥാനത്തിനോ അല്ലെങ്കിൽ ആശയത്തിനോ എന്തെങ്കിലും ഗുണം ഉണ്ടാവുമെങ്കിൽ, എനിക്കതിലേക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടെങ്കിൽ, ഞാൻ പോയിട്ടില്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് റേസ് ചെയ്യപ്പെടാതെ പോയാലോ എന്ന ആശങ്ക ഉണ്ടെങ്കിലൊക്കെ ഞാൻ ചർച്ചയിൽ പോകാറില്ല. ഇപ്പം എന്താ വെച്ചാൽ പാർട്ടി പ്രതിനിധി ആയതുകൊണ്ട് പാർട്ടി പറഞ്ഞാൽ പോകണം. മുന്നേ കുറേ കൂടി സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഇപ്പം എന്താ വെച്ചാൽ മീഡിയയുടെ സംസ്ഥാന വക്താവാണ്, മീഡിയ പാനലിലുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ ഇന്ന ചാനലിൽ പോകണമെന്ന് പറഞ്ഞാൽ പോകണം. പക്ഷേ എല്ലാ ദിവസവും ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളെങ്കിലും അവിടെ ഉന്നയിക്കപ്പെടാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്താണ്, അതിന് എന്ത് തരത്തിലുള്ള മറുപടിയാണ് കൊടുക്കേണ്ടതെന്ന് പഠിച്ചിട്ട് തന്നെയാണ് എപ്പോഴും പോകാറുള്ളത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ചാനൽ ചർച്ചകൾ കണ്ടിട്ട് ഒരു ഡിബേറ്റർ എന്ന നിലയിലാണ് നമ്മുടെ കേരളത്തിലെ മഹാഭൂരിപക്ഷം ആളുകൾക്കും ശങ്കുട്ടി ദാസിനെ അറിയാവുന്നത്. പക്ഷേ അങ്ങ് സ്വകാര്യത എന്ന നിലയിൽ അങ്ങയുടെ സ്വകാര്യ വിവരങ്ങളൊന്നും ആർക്കും അറിയില്ല. എവിടെയാണ് സ്ഥലം? എൻ്റെ നാട് പൊന്നാനിയാണ്, മലപ്പുറം ജില്ല. ഞാനൊരു വക്കീലാണ്. ഞാൻ തിരൂർ കോടതിയിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അഡീഷണൽ സ്റ്റാൻഡിംഗ് കൗൺസിലായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന് വേണ്ടി കേസുകളിൽ ഹാജരാകുന്ന അഭിഭാഷകൻ എന്ന രീതിയിലുള്ള ചുമതല. എങ്ങനെയാണ് ഈ BJP രാഷ്ട്രീയത്തിലേക്ക് വന്നത്? സംഘത്തിലേക്കാണ് ആദ്യം വരുന്നത്. അതിലൂടെ സ്വാഭാവികമായി തന്നെ ഒരു രാഷ്ട്രീയ പരിണതി എന്നുള്ള രീതിയിലാണ് BJP-യിലേക്ക് വരുന്നത്. ഞാൻ തിരുവനന്തപുരത്താണ് LLB പഠിക്കുന്നത്, ഗവൺമെൻറ് ലോ കോളേജിലാണ് LLB പഠിക്കുന്നത്. അപ്പോൾ ഒരു SFIയുടെ ഒരു ശക്തി കേന്ദ്രമാണ്, ഒരു ചെങ്കോട്ടയാണ്, റെഡ് ഫോർട്ട് ഓഫ് SFI എന്നാണ് അവർ തന്നെ കോളേജിനെ വിവക്ഷിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന സമയത്ത് രാഷ്ട്രീയമൊന്നും ഇല്ലാണ്ടേ പോകുന്നു. 17 വയസ്സിൽ മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ നിന്ന് തിരുവനന്തപുരത്തെ ഗവൺമെൻറ് ലോ കോളേജിലേക്ക് എൻട്രൻസ് എഴുതി നല്ല റാങ്ക് കിട്ടിയോണ്ട് അങ്ങനെ എത്തിയതാണ്. അവിടെ ചെന്ന സമയത്ത് രാഷ്ട്രീയമൊന്നും ഇല്ലെങ്കിലും ഇവർ ചെയ്തത് ശരിയല്ല എന്നൊരു തിരിച്ചറിവ്. അന്ന് ഒരു ബന്ധവുമില്ല, വീട്ടിലാർക്കും അങ്ങനെ രാഷ്ട്രീയമൊന്നുമില്ല. അച്ഛനോ സംഘ പശ്ചാത്തലമുള്ള കുടുംബമല്ല. 18 വയസ്സ് വരെ രാഷ്ട്രീയമായിട്ട് അങ്ങനെ പ്രത്യക്ഷത്തിലൊരു ബന്ധം ഉണ്ടായിരുന്നില്ല. പക്ഷെ കോളേജിൽ പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ ഈ SFIക്കാർ നടത്തുന്ന ഈ പറയുന്ന ജനാധിപത്യ ധ്വംസനങ്ങളുണ്ടല്ലോ, ആളുകളെ നിർബന്ധിച്ച് സമരത്തിന് ഇറക്കുക, ഫസ്റ്റ് ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ പിടിച്ച് സെക്രട്ടേറിയറ്റ് മാർച്ചിനും നിയമസഭാ ധർണയ്ക്കും ഒക്കെ കൊണ്ടുപോവുക, നിർബന്ധിച്ച് ബ്ലഡ് കൊടുക്കാൻ കൊണ്ടുപോവുക. അപ്പം അങ്ങനെ ഇവർ ചെയ്യുന്ന, അതായത് ഒരാളുടെ ചോയ്സ് ഒന്നുമല്ല. അവിടെ ആണെങ്കിൽ അങ്ങനെ പറ്റുള്ളൂ, അങ്ങനെ പറ്റുള്ളൂ. നിങ്ങൾ ഇന്നിപ്പോൾ സമരമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇറങ്ങിക്കോളണം, സെക്രട്ടേറിയറ്റിലേക്കാന്ന് പറഞ്ഞാൽ സെക്രട്ടേറിയറ്റിൽ പോയിക്കോളണം. അപ്പോൾ ഈ ഒരു രീതി കണ്ടപ്പോൾ ഇതിനോട് വലിയൊരു വിയോജിപ്പുണ്ടായി. സ്വാഭാവികമായിട്ട് അവർക്കെതിരെയുള്ള ആൻറ്റി SFI ക്യാമ്പയിനിങ്ങിലൊക്കെ ആദ്യഘട്ടത്തിൽ പങ്കെടുത്തു. അപ്പോഴും BJP ആവുന്നില്ല, ABP ഒന്നും ആയിട്ടില്ല. പിന്നീട് കോളേജിലൊരു സംഘർഷം ഉണ്ടായി, SFIക്കാരുമായിട്ടൊരു സംഘർഷം ഉണ്ടായി. അവിടെ കോളേജിൽ തുടർന്ന് പഠിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു. ആ സമയത്ത് 3 വർഷം കഴിഞ്ഞിരുന്നു, ഇനി 2 വർഷം കൂടെ ഉള്ളൂ. ഒന്നല്ലെങ്കിൽ ഇവരെ പേടിച്ചിട്ട് ഇതൊക്കെ മതിയാക്കി തിരിച്ചു പോകണം, അതല്ലെങ്കിൽ പിന്നെ ഫൈറ്റ് ചെയ്ത് നിന്ന് പഠിക്കണം. അപ്പോൾ കോളേജ് ഹോസ്റ്റലിൽ താമസിക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു, കാരണം അത് അവരുടെ ഒരു ശക്തി കേന്ദ്രമായിരിക്കും. അതെ അതെ അതെ. അപ്പോൾ ആ സമയത്താണ് ഞാൻ പരമേശ്വർജിയായിട്ട് ആദ്യമായിട്ട് കാണുന്നത്. അന്ന് ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ ഡയറക്ടറായിരുന്ന, അന്ന് തിരുവനന്തപുരത്തെ സംസ്കൃതി ഭവനിലാണല്ലോ വിചാര കേന്ദ്രത്തിൻ്റെ ആസ്ഥാനം. അവിടെ പരമേശ്വർജി ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് പരമേശ്വർജിയെ ചെന്ന് കാണുന്ന ആ സാഹചര്യത്തിലാണ്. ഞാൻ അദ്ദേഹത്തെ ചെന്ന് കണ്ടിട്ട് എൻ്റെ പ്രശ്നം പറഞ്ഞു.
എനിക്കൊരു അഭയം, ഒരു രക്ഷ തരണം അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അന്ന് പരമേശ്വർജി എന്നോട് അവിടെ നിന്നോളാൻ പറഞ്ഞു. എന്നോട് പറഞ്ഞു, നിങ്ങളിവിടെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാതെ ഞങ്ങൾ നോക്കിക്കോളാം, പക്ഷെ നിങ്ങളിവിടെ നിൽക്കുന്നു എന്നതുകൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാതെ നിങ്ങളും നോക്കണം. ലോ കോളേജിൽ നിന്നൊക്കെ വരുന്ന കുട്ടികളാക്കി ആകുമ്പോൾ എന്തൊക്കെ തരത്തിലുള്ള സ്വഭാവമുള്ളവരാണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് അങ്ങനെ പരമേശ്വർജി പറഞ്ഞു. പക്ഷേ പിന്നീട് വിചാര കേന്ദ്രത്തിൽ പരമേശ്വർജിയോടൊപ്പം നിന്ന് 2 വർഷത്തോളം അവിടെ നിന്നിട്ടാണ് ഞാൻ LLB പഠനം പൂർത്തിയാക്കുന്നത്. ആ സമയത്ത് പരമേശ്വർജിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചില ബാലപാഠങ്ങളാണ്. തീർച്ചയായിട്ടും വലിയൊരു ഭാഗ്യമാണ് ജീവിതത്തിലെ വലിയൊരു അദ്ദേഹത്തോടൊപ്പം ഉണ്ടാവാനും അദ്ദേഹത്തിൽ ധാരാളം കാര്യങ്ങൾ പഠിക്കാനും. എൻ്റെ രാഷ്ട്രീയ ബോധ്യമൊക്കെ ഒരുപക്ഷെ രൂപപ്പെടുന്നത് അങ്ങനെയാണ്. അതിനുശേഷം പിന്നീട് ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തത് ഡൽഹിയിലാണ്, ഇന്ത്യൻ ലോ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തത്. അതിനുശേഷം ആ സമയത്ത് എനിക്ക് അവിടുത്തെ ജണ്ടേവാലയിലെ സംഘകാര്യാലയവുമായിട്ടും സംഘത്തിൻ്റെ അവിടുത്തെ ചുമതലയുള്ള ആളുകളുമായിട്ടൊക്കെ ബന്ധമുണ്ട്. വിവേകാനന്ദ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ പിന്നീട് അവിടെ സിവിൽ സർവീസ് കോച്ചിങ്ങിന് വേണ്ടി സങ്കല്പിൽ ചേർന്നു. സങ്കല്പ് സംഘത്തിന് കീഴിലുള്ള ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ആ സമയത്ത് അവിടുത്തെ സൂപ്പർ 40 എന്ന് പറയുന്ന 40 ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഇൻറ്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് കൊടുക്കുന്ന ഒരു പ്രോഗ്രാമിലേക്ക് എനിക്ക് സെലക്ഷൻ കിട്ടി. അന്നാണ് ഡോക്ടർ കൃഷ്ണൻ കാക്ക് എന്ന് പറയുന്ന ഗുജറാത്ത് കേഡർ IAS ഓഫീസറായിരുന്ന ഒരു ആന്ത്രോപോളജിസ്റ്റ് ആൻഡ് ഇൻഡോളജിസ്റ്റ് എന്ന രീതിയിൽ വളരെ പ്രമുഖനായിട്ടുള്ള ഒരു പണ്ഡിതൻ. ശരിക്ക് ഈ ഹിന്ദുത്വ പൊളിറ്റിക്സിനെ പറ്റിയിട്ട് എനിക്ക് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഐഡിയ ഉണ്ടാകുന്നു. ഒരു ഐഡിയോളജിക്കൽ ക്ലാരിറ്റി നമ്മൾ പറയുമല്ലോ, ഒരു പ്രത്യയശാസ്ത്രപരമായിട്ടുള്ളൊരു സുവ്യക്തത അതെനിക്കുണ്ടാകുന്നത് ഡോക്ടർ കൃഷ്ണൻ കാക്കിൻ്റെ കൂടെയുള്ള സഹവാസം കൊണ്ടാണ്. പിന്നീട് അത് കോഴ്സ് കഴിയുന്ന സമയത്തൊക്കെ ആകുമ്പോഴേക്കും എൻ്റെ താല്പര്യങ്ങൾ മാറി. സിവിൽ സർവീസിലേക്ക് പോകാനുള്ള താല്പര്യമൊക്കെ പോയി. കാരണം അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയാൻ സമൂഹത്തിൽ ചെയ്യാൻ കഴിയുന്നത് മറ്റൊരു രീതിയിലാണെന്ന് അദ്ദേഹം എന്നെ ആ രീതിയിൽ അഡ്വൈസ് ചെയ്തു. നിങ്ങളൊരു ഉദ്യോഗസ്ഥനാവേണ്ട ആളല്ല, നിങ്ങളൊരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ആവേണ്ട ആളാണെന്നുള്ള രീതിയിൽ അദ്ദേഹം തന്നെ എന്നെ ആ രീതിയിൽ ഗൈഡ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ അവിടുത്തെ ഡൽഹിയിലെ കോച്ചിങ്ങൊക്കെ മതിയാക്കി. ആ സമയത്ത് നാട്ടിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അച്ഛമ്മ മരിച്ച് അമ്മ ഇവിടെ ഒറ്റയ്ക്കായ സമയത്ത് അമ്മേനെ വീട്ടിൽ ഒറ്റയ്ക്ക് വിട്ടാൻ വയ്യ എന്നൊരു മാനസിക ബുദ്ധിമുട്ടും എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവരോടൊക്കെ ഞാൻ നാട്ടിൽ വന്ന് ബാക്കി പഠിച്ചോളാം, ഞാൻ സ്വന്തമായിട്ട് കോച്ചിങ് നടത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ നാട്ടിലേക്ക് വന്നു. നാട്ടിൽ പിന്നെ പഠിപ്പൊന്നും നടന്നില്ല. പിന്നെ ഞാനവിടെ എൻറോൾ ചെയ്തു, പ്രാക്ടീസിൽ തിരക്കിലായിപ്പോയി, അതിലങ്ങനെ മുഴുകിപ്പോയി. ആ സമയത്ത് അഭിഭാഷക പരിഷത്തുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ആ സമയത്താണ് ഈ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുള്ള എഴുത്തും രാഷ്ട്രീയ വിഷയങ്ങളുടെ പ്രതികരണമൊക്കെ 2016 പീരീഡിലാണ് തുടങ്ങുന്നത്. പ്രത്യേകിച്ച് മലബാർ കലാപമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അതെ. ശബരിമല പ്രക്ഷോഭത്തിലൂടെയാണ് ഒരു മെയിൻ സ്ട്രീം പൊളിറ്റിക്സിലേക്ക്, അല്ലെങ്കിൽ ഈ 4 ചുമരുകൾക്കുള്ളിന്റെ സുരക്ഷിതത്വത്തിൽ നിന്ന് ഈ മൈതാനങ്ങളുടെ വലിച്ചു പുറത്തിട്ടത്. അതെ. ഞാൻ ആദ്യമായിട്ട് പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുന്നത്, ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നത്, സമരങ്ങളിൽ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഞാൻ ശബരിമല പ്രക്ഷോഭത്തിലൂടെ സമൂഹത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ്. അയ്യപ്പന്റെ പോരാളിയായിട്ടാണ് തുടക്കം. ഇത് അയ്യപ്പൻ തന്നൊരു നിയോഗമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം ഞാൻ കോടതിയിൽ ഇരിക്കുന്ന സമയത്താണ് ശബരിമല വിധി വരുന്നത്. അപ്പോൾ 2016 മുതൽ 2018 വരെ ഞാൻ ഇൻറ്റൻസീവായിട്ട് ശബരിമല കേസ് ഫോളോ ചെയ്യുന്നുണ്ട്. ആ കേസിനെ പറ്റി പക്ഷേ സോഷ്യൽ മീഡിയയിലൂടെ ആദ്യം വളരെ ശക്തമായിട്ട് എഴുതിയിരുന്നത് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പാണ്. അന്ന് നമ്മളത്ര ശ്രദ്ധിച്ചിട്ടില്ല. സുപ്രീം കോടതിയിൽ നടക്കുന്ന കേസിനെ പറ്റിയിട്ടോ ഇതിൻ്റെ വിധിക്കുണ്ടാവുന്ന ഇമ്പാക്റ്റിനെ പറ്റിയിട്ടൊന്നും പൊതുസമൂഹം അത്ര ലാർജ്ലി ബോധോടായിരുന്നില്ല. ആ സമയത്ത് പോലും ആ കേസ് ഫോളോ ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പങ്കുവെക്കുകയും അതിലേക്ക് ആളുകളുടെ ശ്രദ്ധ കൊണ്ടുവരാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. 2018 സെപ്റ്റംബർ ആകുമ്പോഴേക്കും സുപ്രീം കോടതി വിധി വരുന്ന സമയമാകുമ്പോഴേക്കും ഞാനൊരു 100% ആൾക്കാർക്ക് ശബരിമലയുടെ ഒരു ഫേസ് ആയിട്ട് അറിയപ്പെടുന്ന ഒരാളായിട്ട് ഞാൻ മാറിയിരുന്നു. ഞാനന്ന് കോടതിയിൽ ഇരിക്കുന്ന സമയത്താണ് 2018 സെപ്റ്റംബർ 28 സുപ്രീം കോടതി വിധി വരുന്നത്. ഞാൻ കോടതിയിൽ ഇരിക്കുകയാണ്. അടുത്തത് എൻ്റെ കേസ് വിളിക്കാൻ പോകണം. എൻ്റെ കയ്യിൽ കെട്ടുണ്ട്. ആ സമയത്താണ് ക്ലർക്ക് വന്ന് പറയുന്നത് വിധി വന്നു, യുവതീ പ്രവേശനം അനുവദിച്ചു. ഞാൻ എൻ്റെ കയ്യിലുള്ള കെട്ട് തൊട്ടടുത്ത വക്കീലിന് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് വിളിച്ചാലൊന്ന് മാറ്റി വെപ്പിക്കണം, ഞാനിപ്പോൾ വരാമെന്നുകൊണ്ട് ഞാൻ ഇരിക്കുന്ന കോടതിയിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ്. പിന്നീട് 6 മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് ആ കോടതിക്ക് തിരിച്ചു വരാൻ പറ്റിയത്. ഞാൻ പിന്നീട് അങ്ങോട്ട് എന്താ പറയുക തെരുവുകളിലേക്ക് ഇറങ്ങുമായിരുന്നു. ഞാൻ പുറത്തിറങ്ങിയിട്ട് ആദ്യം ചിദാനന്ദപുര സ്വാമിയാണ് വിളിക്കുന്നത്. ചിദാനന്ദപുര സ്വാമിയോട് ഞാൻ ചോദിക്കുന്നത് എന്താ ചെയ്യേണ്ടത്. അപ്പോൾ സ്വാമി പറഞ്ഞു, നിങ്ങളൊന്നും ഇനി വീട്ടിലിരുന്നിട്ട് സോഷ്യൽ മീഡിയയിലൂടെയുള്ള പ്രതിഷേധവും പ്രക്ഷോഭവും നടത്തിയാൽ പോരാ, ഇതിനെപ്പറ്റി ഹിന്ദു സമൂഹത്തെ ബോധവൽക്കരിക്കണം, സമാജത്തെ ജാഗരൂകരാക്കണം, സമാജത്തിൻ്റെ ഭാഗത്തുനിന്ന് പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരണം. അങ്ങനെ അന്ന് അവിടെ നിന്ന് ഇറങ്ങുന്നതാണ്. അന്ന് വൈകുന്നേരം എനിക്ക് മനോരമ ന്യൂസിൽ ഒരു ചർച്ചയിൽ പങ്കെടുക്കാറുണ്ട്. ആ മനോരമ ന്യൂസിലെ ചർച്ചയിൽ പക്ഷേ ഞാനാണ് ആദ്യമായിട്ട് പറയുന്നത് ഇത് അവസാനമല്ല, ഇതൊരു തുടക്കം മാത്രമാണ്. ഇത് സുപ്രീം കോടതി വിധി വന്നതുകൊണ്ട് ഇത് അന്തിമമായി, ഇതിലെല്ലാം കഴിഞ്ഞു, ഇനിയൊരു ചാൻസും ഇല്ല എന്നൊന്നും അർത്ഥമില്ല, ഓർഡിനൻസിലൂടെ ഇതിനെ മറികടക്കാൻ സാധിക്കും. അങ്ങനെ പല കേസുകളിലും സുപ്രീം കോടതി വിധികളെ ഓർഡിനൻസിലൂടെ മറികടന്ന ചരിത്രമുണ്ട്. പക്ഷെ അതിനെന്ത് വേണം? അതിന് വിശ്വാസ സമൂഹത്തിന് രാഷ്ട്രീയ ശക്തി ഉണ്ടെന്ന് തിരിച്ചറിവ് ഭരണകൂടങ്ങൾക്ക് ഉണ്ടാവണം. അവരൊരു വോട്ട് ബാങ്കാണ്, അവർക്ക് രാഷ്ട്രീയത്തെ സ്വാധീനിക്കാൻ ശേഷിയുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ പല മാറ്റങ്ങളും സംഭവിക്കുന്നു. ഒക്ടോബർ 2 സെപ്റ്റംബർ 28 വിധി വന്നു കഴിഞ്ഞിട്ട് ഒക്ടോബർ 2 പന്തളത്താണ് ആദ്യത്തെ നാമജപ ഘോഷയാത്രയും പ്രതിഷേധം ഉണ്ടാകുന്നത്. ആ പന്തളത്തെ പരിപാടിയിലെ മുഖ്യ പ്രഭാഷകൻ ആയിട്ട് പങ്കെടുക്കുന്നത് ഞാനാണ്.
അവിടെ നിന്ന് അങ്ങോട്ട് പിന്നീട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നാമജപഘോഷയാത്രകളും പ്രതിഷേധ പ്രകടനങ്ങളുമായിട്ട് ഞാൻ 14 ജില്ലകളിൽ യാത്ര ചെയ്തിട്ടുണ്ട് ആ സമയത്ത്. ഞാൻ 100-ലേറെ വേദികളിൽ ആ സമയത്ത് ശബരിമല വിധിയെ വിശദീകരിച്ചുകൊണ്ടും സമയത്ത് വിശ്വാസികൾക്ക് എന്താണ് ചെയ്യാൻ കഴിയാമെന്ന് വിശദീകരിച്ചുകൊണ്ടും ഒക്കെയുള്ള പൊതുപരിപാടികളിൽ സംസാരിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ തുലാമാസ പൂജയ്ക്ക് നട തുറന്ന സമയത്ത് ഞാൻ നേരിട്ട് ശബരിമലയിൽ പോയി. കാരണം ഇനി പ്രസംഗത്തിൻ്റെ സമയം കഴിഞ്ഞു, നമ്മൾ നേരിട്ടിട്ട് എന്തെങ്കിലും ചെയ്യേണ്ട സമയമാണ്. ഞങ്ങൾ നേരിട്ട് തുലാമാസ പൂജയ്ക്ക് നട തുറക്കുമ്പോൾ 5 ദിവസം നട തുറന്ന സമയത്ത് ഞങ്ങൾ ശബരിമലയിൽ പോയി. രഹന ഫാത്തിമ വന്ന സമയത്ത് അവരെ നടപ്പന്തലിൽ തടഞ്ഞ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അത് ഞാനത്ര പോപ്പുലർ അല്ലാത്തതുകൊണ്ട് ആളുകൾക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. അന്ന് രഹന ഫാത്തിമയെ തടയുന്ന കൂട്ടത്തിൽ ഉൾപ്പെടെ ഞാൻ ഉണ്ടായിരുന്നു. അന്ന് 5 ദിവസം ഞാൻ ശബരിമലയിൽ താമസിക്കുന്നുണ്ട്. ആചാരലംഘനം നടക്കാതിരിക്കാൻ ഒരു ജാഗ്രതയോട് കൂടിയിട്ട് വിശ്വാസി സമൂഹം ശബരിമലയിൽ കാത്തുകെട്ടി കിടന്ന സമയമാണത്. ആ കൂട്ടത്തിൽ 5 ദിവസവും ഞാനും ഉണ്ടായിരുന്നു. അതിനുശേഷം തിരിച്ചിറങ്ങി. പിന്നീട് ചിത്രാട്ട വിശേഷം വന്നപ്പോൾ വീണ്ടും 2 ദിവസം വരയിൽ പോയി. അതിനുശേഷം നമ്മുടെ മണ്ഡലമാസത്തിൽ നട തുറക്കുന്ന സമയത്തായപ്പോഴേക്കും മുഴുവനായിട്ട് ശബരിമല പ്രക്ഷോഭം എന്ന രീതിയിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടായി കഴിഞ്ഞിരുന്നു. ശബരിമല കർമ്മസമിതി രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. സംഘത്തിൻ്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു. ആ സമയത്തായപ്പോഴേക്കും എനിക്ക് ശബരിമല കർമ്മസമിതിയുടെ ചുമതല വന്നു. എനിക്ക് ധാരാളം സ്ഥലങ്ങളിൽ പോകാനും സംസാരിക്കാനും പ്രതിഷേധ പ്രകടനങ്ങൾ ഉദ്ഘാടനം ചെയ്യാനും ഒക്കെ സാധിക്കുന്ന ഒരു സാഹചര്യം വന്നു. അങ്ങനെ ശബരിമലയുടെ ഒരു ഫേസ് ആയിട്ടാണ് ഞാൻ ഡയറക്റ്റ്ലി ഈ സാമൂഹിക വിഷയങ്ങളിൽ, സാമാജിക വിഷയങ്ങളിൽ പൊതു ഇടപെടലുകൾ നടത്തി തുടങ്ങിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് BJP-യിലേക്ക് എത്തുന്നത്. 2021 BJP തൃത്താല മണ്ഡലത്തിൽ മത്സരിക്കാൻ എനിക്ക് സീറ്റ് തരുന്നതോടു കൂടിയിട്ടാണ് പ്രത്യക്ഷ BJP ബന്ധം ഉണ്ടാകുന്നത്. പ്രത്യക്ഷത്തിൽ BJP ബന്ധം ഉണ്ടായിരുന്നില്ല. ഒരു ഹിന്ദു സമാജ പ്രവർത്തകൻ എന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. 2021 മുതൽ സജീവമായിട്ട് BJP-യിൽ പ്രവർത്തിച്ചു വരികയാണ്. 2023 BJP-യുടെ ഇൻ്റലക്ച്വൽ സെല്ലിൻ്റെ സംസ്ഥാന കൺവീനറായി, ദൈക്ഷണിക വിഭാഗം മേധാവി. 2025 കഴിഞ്ഞ വർഷം മുതൽ BJP-യുടെ സംസ്ഥാന വക്താവായിട്ട്. അല്ല, അതിനിടയ്ക്ക് ഒരു വലിയ ആക്സിഡന്റ് ഉണ്ടായില്ലേ? അതെന്തായിരുന്നു ശരിക്കും സംഭവം? അതെന്തായിരുന്നു സംഭവം എന്ന് സത്യത്തിൽ എനിക്കും അറിയില്ല. ഞാൻ ഓഫീസിൽ നിന്ന് മടങ്ങി വരുന്ന സമയത്ത് എന്തോ ഒരു വാഹനം എന്നെ വന്ന് ഇടിച്ചു എന്നത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. അതുമായി ബന്ധപ്പെട്ട ഒരു മെമ്മറി എനിക്കില്ല. നിങ്ങൾക്കറിയാലോ, 2022 ജൂൺ 23-ാം തീയതിയാണ് എനിക്ക് ആക്സിഡൻറ്റ് പറ്റുന്നത്. ആക്സിഡൻറ്റ് പറ്റിയിട്ട് 7 ദിവസത്തോളം ഞാൻ കോമയിലാണ്. ഞാൻ ആദ്യമായിട്ട് കണ്ണു തുറക്കുന്നത് ജൂൺ 30-ാം തീയതി മാത്രമാണ്. അത് കഴിഞ്ഞ് പിന്നെയും കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ കോംപ്രിഹെൻഡ് ചെയ്യാൻ, ഞാൻ എവിടെയാണ് കിടക്കുന്നത്, എന്താ സംഭവിച്ചത്, ഞാൻ ആരാണ്, എന്താണ് എനിക്ക് ചുറ്റും നടക്കുന്നത് എന്നൊക്കെ മനസ്സിലാവാൻ പിന്നെയും 10-15 ദിവസം എടുത്തു. ഞാൻ ഓഗസ്റ്റ് 1-ാം തീയതി മാത്രമാണ് ഡിസ്ചാർജ് ചെയ്യപ്പെട്ടത്. 41 ദിവസം ഞാൻ ആശുപത്രിയിൽ കിടന്നു. ആ സമയങ്ങളിലേക്ക് എനിക്കിതുമായി ബന്ധപ്പെട്ട ഒരു മെമ്മറി ഉണ്ടായിരുന്നില്ല. മാത്രമല്ല വലിയൊരു വളരെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോയത്. ഞാൻ ഓർക്കുന്നുണ്ട്, ആ സമയത്ത് കേരളത്തിലുടനീളം ആളുകൾ അങ്ങേക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വഴിപാട് ചെയ്യുന്നു, കണ്ണീരൊഴുക്കുന്നു. എനിക്കൊന്ന് കേരളത്തിലെ ഒരുപാട് അമ്മമാരുടെ എല്ലാം പ്രാർത്ഥനയാണ് അങ്ങേ തിരിച്ചു കൊണ്ടുവന്നത്. തീർച്ചയായിട്ടും ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്. അതായത് 1% ചാൻസ് പോലും ഇല്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞൊരു കേസായിരുന്നു എൻ്റെത്. നിങ്ങൾക്കറിയാം, ഞാൻ 7 ദിവസം കോമയിലായിരുന്നു, 12 ദിവസം ഞാൻ എക്മോയിലായിരുന്നു. എക്മോ എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. അതായത് ഹാർട്ടിൻ്റെയും കിഡ്നിയുടെയും ഒക്കെ ഫംഗ്ഷൻ പുറത്ത് എക്യുപ്മെന്റ്സ് വെച്ച് ചെയ്യുന്നതാണ്. 5% ഒക്കെയാണ് സർവൈവൽ റേറ്റ് എക്മോയുടെ. ഞാൻ 12 ദിവസം എക്മോയിലായിരുന്നു. ഞാൻ 36 ദിവസം വെന്റിലേറ്ററിലായിരുന്നു. 41-ാമത്തെ ദിവസമാണ് ഞാൻ ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നത്. അതായത് ആദ്യഘട്ടത്തിലൊന്നും ഒരു ചാൻസും ഇല്ല എന്ന് വിധി പറഞ്ഞിടത്ത് നിന്ന് ഒരുപക്ഷെ കേരളത്തിലെ ഹിന്ദു സമൂഹത്തിൻ്റെ അത്രമേൽ തീവ്രമായ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹനിർഭരമായിട്ടുള്ള പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ തിരിച്ചു വരുന്നത്. അത്രയേറെ വഴിപാടുകൾ എൻ്റെ പേരിൽ കഴിക്കപ്പെട്ടിട്ടുണ്ട്, അത്രയേറെ പൂജകൾ. ഒരുപക്ഷെ ശബരിമല പ്രക്ഷോഭത്തിൽ പങ്കെടുത്തതിൻ്റെ സ്നേഹമാണ്. ഈ സമാജം എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല, ഇത് അവസാനിച്ചു, ഇനി പ്രതീക്ഷയൊന്നും ഇല്ല എന്ന് തോന്നിയ സമയത്ത് ആദ്യമായിട്ട് ഇത് കഴിഞ്ഞിട്ടില്ല, ഇതിന് അപ്പുറത്തേക്ക് നമുക്ക് പലതും ചെയ്യാൻ കഴിയും, നമുക്ക് ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ ഈ വിധിയെ നമുക്ക് മറികടക്കാൻ സാധിക്കുമെന്ന് പറയുന്ന, അവർക്ക് ധൈര്യം കൊടുക്കുന്ന ഒരാളായതുകൊണ്ട് അവർ വലിയൊരു വിശ്വാസവും വലിയൊരു പ്രതീക്ഷയും എൻ്റെ മേലെ വെച്ചിരുന്നു. ആ സ്നേഹമാണ് ആ സമയത്ത് എനിക്ക് മടക്കി കിട്ടിയത്. ഞാൻ കണ്ണുറക്കുമ്പോൾ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, എൻ്റെ കയ്യിൽ ഇവിടെ തൊട്ട് ഇവിടെ വരെ ചരടുകളുണ്ടായിരുന്നു, നെറ്റിയിൽ തൊട്ടിട്ട് നെഞ്ച് വരെ കുറികളുണ്ടായിരുന്നു. ആരൊക്കെയോ എവിടെ നിന്നൊക്കെയോ പ്രാർത്ഥിച്ചിട്ടും പൂജിച്ചിട്ടും കൊടുത്തയക്കുന്നതാണ്. ഈ നഴ്സുമാരൊക്കെ വന്ന് കെട്ടിത്തരുന്നതാണ്. അവരും വലിയ വിശ്വാസികളും അത്ര സ്നേഹമുള്ള ആളുകളുമാണ്. അപ്പോൾ അവരൊക്കെ വന്ന് കുറിയൊക്കെ തൊട്ട് വരും, ചരടുകളൊക്കെ കെട്ടിത്തരും. പ്രസാദം വരാത്തൊരു ദിവസം പോലും ഇല്ല. എല്ലാ ദിവസവും എവിടെന്നെങ്കിലുമൊക്കെ പ്രസാദം വരും. ഞാൻ ഡിസ്ചാർജ് ആയതിനു ശേഷം ഞാൻ എത്ര തുലാഭാരം കഴിച്ചിട്ടുണ്ടെന്നുള്ളതിന് കണക്കില്ല. ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ച തുലാഭാര. ആൾക്കാർ വരുന്നു, വണ്ടിയിൽ കയറ്റി കൊണ്ടുവന്നു, ഗുരുവായൂർ കൊണ്ടുവന്നു, തുലാഭാരം കഴിക്കുന്നത് തിരിച്ചു കൊണ്ടുവിടുന്നു. എത്രയോ അമ്പലങ്ങളിൽ, തിരുവനന്തപുരം മുതൽക്ക് കാസർഗോഡ് വരെയുള്ള അമ്പലങ്ങളിൽ ആരൊക്കെയോ പ്രാർത്ഥിച്ചിട്ടുള്ള വഴിപാടുകൾ തീർക്കാൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ട്. ഇപ്പോഴും തീർത്ത് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് അത്ര വലിയ സ്നേഹമാണ്. എത്രയോ ആളുകളുണ്ടല്ലോ. ഇപ്പോൾ സുധാകരൻ എന്ന് പറയുന്ന ഒരാളുണ്ട് കോഴിക്കോട്. അദ്ദേഹം ആശുപത്രിയിൽ വന്നിട്ട് പറയുന്നത്, ശങ്കുവിന് എന്ത് ഓർഗനാണ് വേണ്ടെങ്കിൽ അത് ഞാൻ തരാമെന്ന്.
അദ്ദേഹത്തിന് അറിയില്ല എനിക്കുള്ള പ്രശ്നം എന്താ, ഏത് ഓർഗനാണ് കേടുപറ്റിയെന്ന് അറിയില്ലല്ലോ. ലിവർ ആണെങ്കിൽ ലിവർ, കിഡ്നി ആണെങ്കിൽ കിഡ്നി, ഹാർട്ട് ആണെങ്കിൽ ഹാർട്ട്. ഒരു കൺസെന്റ് ലെറ്റർ ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഏത് ഓർഗൻ വേണമെങ്കിലും എടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് അമ്മയൊക്കെ മടക്കി വെച്ചത്. ഞാനതൊന്നും കണ്ടിട്ടില്ല കേട്ടോ, ഞാൻ കേട്ടറിവാണ്. ഗംഗ എന്ന് പറയുന്നൊരു ചേച്ചിയുണ്ട് പത്തനംതിട്ടയിൽ. ആ ചേച്ചി ഒരു സാധാരണ ചേച്ചി, ഒരു ബേക്കറിയൊക്കെ നടത്തുന്ന ഒരു ചേച്ചിയാണ്. ആ ചേച്ചി എൻ്റെ നീളത്തിലൊരു മാല അയ്യപ്പന് കൊടുക്കാം, വലിയ വഴിപാടൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഇപ്പം അത് ചെയ്യാൻ കഴിയാണ്ട് ബുദ്ധിമുട്ടി നിൽക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അന്നത്തെ ഒരു വൈകാരിക തീവ്രതയിൽ പല വഴിപാടുകൾ പ്രാർത്ഥിച്ചിട്ട് അത് ചെയ്യാൻ കഴിയാതെ നിൽക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അങ്ങനെ ആളുകൾ സ്നേഹിച്ചു. എന്നോട് വിദ്യാസാഗർ ഗുരുമൂർത്തി പറഞ്ഞിട്ടുണ്ട്, ആ സമയത്ത് അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നു, എൻ്റെ ജീവൻ അങ്ങോട്ട് എടുത്തോളൂ, ശംഖുവിനെ അങ്ങോട്ട് തിരിച്ചു തന്നാൽ മതി. വിദ്യാസാഗർ ഗുരുമൂർത്തിയൊക്കെ സമൂഹത്തിന് എത്ര ഗുണമുള്ള ഒരാളാണ്, എത്ര വലിയൊരാളാണ്. അദ്ദേഹം അങ്ങനെ ആ സമയത്ത് പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ എത്രയോ ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. രാവിലെ തുടങ്ങിയിരുന്നതും ദിവസം അവസാനിപ്പിച്ചിരുന്നതും എനിക്ക് വേണ്ടി പ്രാർത്ഥന. അത് സത്യത്തിൽ ഞാൻ എൻ്റെ ഒരു വലിയ മിടുക്കായിട്ട് ഞാൻ കാണുന്നില്ല കേട്ടോ, അത് എൻ്റെ വലിയൊരു ഉത്തരവാദിത്തമായിട്ടാണ് ഞാൻ കാണുന്നത്. അത്രയേറെ വിശ്വാസം ആളുകൾ നമ്മുടെ മേലെ അർപ്പിച്ചു കഴിഞ്ഞാൽ അവർക്കത് തിരിച്ചു കൊടുക്കാൻ, അവരുടെ ആ വിശ്വാസത്തിന് അനുസൃതമായിട്ട് ജീവിക്കാൻ, അവർ നമ്മിൽ വെച്ചിട്ടുള്ള ആ വിശ്വാസവും പ്രതീക്ഷയും ശരിയായിരുന്നു, സത്യമായിരുന്നു എന്ന് അവസാനം വരെ ബോധ്യപ്പെടുത്തേണ്ട വലിയ നിയോഗം, വലിയ ദൗത്യം എനിക്കുണ്ട്. അതുകൊണ്ട് ഒരു ചെറിയ പിഴവ് പോലും സംഭവിക്കരുത്, ഒരു ചെറിയ ഇടർച്ച പോലും ഉണ്ടാവരുത് എന്നുള്ളതൊരു ചുമതലാബോധമായിട്ട് നമ്മുടെ ഒരു ആ കരുതൽ എപ്പോഴും ജീവിതത്തിൽ വേണം. ഇത്രയേറെ ആളുകൾ നമ്മളെ സ്നേഹിച്ച് എന്ന് പറയും, സ്നേഹിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് ഒരു വലിയ വലിയ വലിയൊരു അനുഭവമാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത് എന്തായാലും അത് പിന്നീട് അതിൻ്റെ പോലീസ് കേസൊക്കെ എന്തായി? അതിൽ ഞാൻ പറഞ്ഞല്ലോ, അതിൽ എന്നെ ഇടിച്ചിട്ടുള്ള വാഹനം ഐഡന്റിഫൈഡ് ആണ്. അതിന് വലിയൊരു കോൺസ്പിറസി തിയറി ഒക്കെ പറയുന്നുണ്ട്. അത് എത്രത്തോളം സത്യമാണെന്ന് പറയാൻ ഞാൻ ആളല്ല, ക്വാളിഫൈഡ് അല്ല. കാരണം ഞാൻ ഓർമ്മയില്ലാണ്ട് കിടക്കാമല്ലോ, ഞാൻ ദിവസങ്ങളോളം ഓർമ്മയില്ലാണ്ട് കിടന്നു. എനിക്ക് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് ഓഫീസിൽ നിന്ന് വണ്ടി എടുത്ത് ഇറങ്ങിയതും പിന്നീട് എനിക്ക് കണ്ണു തുറക്കുന്നതുമായിട്ടുള്ള ഓർമ്മ മാത്രമേ ഉള്ളൂ. എന്താ എന്നെ ഇടിച്ചതെന്നോ, ഒരു വലിയ ശബ്ദം കേട്ടതും വലിയൊരു ശക്തികൾ എന്തോ ഒന്ന് പുറകിലൂടെ പ്രഹരിച്ചതുമായിട്ടുള്ള ഒരു ഓർമ്മയല്ലാതെ എനിക്കതൊന്നും. എന്നോട് ഡോക്ടർമാർ പറയുന്നത് എന്താ വെച്ചാൽ അത്രയും പെയിൻഫുൾ ആയിട്ടുള്ള മെമ്മറീസ് ഒന്നും ബ്രെയിൻ സൂക്ഷിക്കില്ല, അത് വലിയ ട്രൊമാറ്റിക് എക്സ്പീരിയൻസ് ആവും എന്നതുകൊണ്ട് അതങ്ങോട്ട് മറന്നു കളയും, ബ്ലാക്ക് ഔട്ട് ചെയ്ത് കളയും എന്നുള്ളതാണ്. അപ്പോൾ എനിക്കതുമായി ബന്ധപ്പെട്ട് ഒരു ഓർമ്മയില്ല. പക്ഷേ ആ ഒരു സമയത്തിനൊരു പ്രത്യേകതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ സംഘപരിവാർ നേതാക്കന്മാർ, പ്രവർത്തകർ ധാരാളമായി ചെയ്യപ്പെടുന്ന, വാഹനാപകടങ്ങളിൽ കൊല്ലപ്പെടുന്ന സമയമായിരുന്നു. NDF-ൻ്റെയും അതേപോലെ തന്നെ SDPI-യുടെ ഒക്കെ നേതൃത്വത്തിൽ കില്ലർ സ്ക്വാഡുകൾ പ്രവർത്തിച്ചിരുന്ന സമയമായിരുന്നു. ആ സമയത്ത് SDPI-യുടെ ഒരു ഓഫീസിലോ ഒരു ഹൈഡ് ഔട്ടിലോ ഒരു റെയ്ഡ് നടക്കുകയും അവിടെ നിന്നൊരു ഹിറ്റ് ലിസ്റ്റ് കണ്ടെടുക്കപ്പെടുകയും ചെയ്തിട്ടുള്ള സമയത്ത് 1000-ഓളം പേരുകൾ കേരളത്തിൽ നമുക്കറിയാം. നമ്മുടെ രഞ്ജിത്ത് ശ്രീനിവാസൻ കൊലപാതകവും അതേപോലെ തന്നെ പാലക്കാട് ശ്രീനിവാസേട്ടൻ്റെ കൊലപാതകമൊക്കെ ഉണ്ടായ സമയത്ത് പോലീസ് നടത്തിയിട്ടുള്ള റെയ്ഡുകളിൽ ഇങ്ങനെ റിപ്പോർട്ടർ എന്ന പേരിലൊരു തസ്തിക തന്നെ ഇവർക്കിടയിൽ ഉണ്ട്. അത് എളുപ്പത്തിൽ കൊല്ലാൻ പറ്റുന്ന ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്തിട്ട് അവരുടെ പേരുകൾ റിപ്പോർട്ട് ചെയ്യുന്ന പണിയാണ്. അതെ. അപ്പൊ അങ്ങനെ ഒരു 1000-കണക്കിന് ആളുകളുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ SDPI-യുടെ ഒരു കേന്ദ്രം റെയ്ഡ് ചെയ്തിട്ടുള്ള സമയത്ത് എൻ്റെ പേര് അവരുടെ ഒരു ഹിറ്റ് ലിസ്റ്റിൽ കണ്ടു. പല ആളുകളുടെ പേരും കിട്ടും, ഞാൻ മാത്രമൊന്നുമല്ല. ശശികല ടീച്ചറും RV ബാബുവും അഡ്വക്കേറ്റ് കൃഷ്ണരാജും അങ്ങനെ കുറേ ആളുകളുണ്ട്. പക്ഷെ അതിൽ മലപ്പുറം ജില്ലയിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മലപ്പുറം ജില്ലയിൽ നിന്നാകുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം എന്ന് തോന്നിയതുകൊണ്ടാവാം എന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്ന് വിളിച്ചിരുന്നു ആ സമയത്ത്. എന്നിട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് CI ആണ്, നിങ്ങളുടെ പേര് ഇങ്ങനെ ഒരു ലിസ്റ്റിൽ കണ്ടിട്ടുണ്ട്, അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അപ്പം അന്നത്തെ അതിൽ ഞാൻ പറഞ്ഞു അവരോട്, ഞാനെന്ത് ശ്രദ്ധിക്കാനാ, നിങ്ങളല്ലേ ശ്രദ്ധിക്കണ്ടേ. ഞാൻ അഭിഭാഷകനാണ്, എനിക്ക് കോടതിയിൽ പോകണം, രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്, എനിക്ക് പൊതുവേദികളിലും പരിപാടികളിലൊക്കെ പോകണം, ഇതിന് പുറമെ എനിക്ക് എൻ്റെതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ജീവിതമുണ്ട്. അപ്പോൾ ഇവരെ പേടിച്ചിട്ട് എനിക്ക് വീട്ടിനുള്ളിൽ അടച്ചിരിക്കാൻ പറ്റൂ? ഞാൻ ചെയ്യേണ്ട കാര്യമൊക്കെ ഞാൻ ചെയ്യണ്ടേ, നിങ്ങളല്ലേ എനിക്കൊന്നും പറ്റാണ്ട് നോക്കണ്ടേ, നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചോളൂ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ആ സമയത്ത് പോലീസ് എനിക്ക് വലിയ ദോഷം ചെയ്തിട്ടുള്ള ഒരു പണി ചെയ്തു. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു, സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഭാഗത്ത് എനിക്കൊരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ അത് ഇവർക്കെതിരെ വലിയൊരു ചോദ്യമായിട്ട് വരും. ഇവർ പോലീസ് ഒരു കൃത്യനിർവഹണം നടത്തിയില്ല, അവരവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ചില്ല, അവരുടെ വിമർശനമായി വരും എന്നൊരു ഭയം ഉള്ളത് കൊണ്ടാവാം അവർ. ഞാൻ ആശുപത്രി കിടക്കുന്ന സമയത്ത് തന്നെ എൻ്റെ വണ്ടി വേറെ ഏതോ വണ്ടി വന്ന് ഇടിച്ചിട്ട് ഇത് കുറേ ദൂരം നിരങ്ങി മുന്നോട്ട് പോകുന്നുണ്ട്, ഇത് വേറൊരു വണ്ടി ചെന്ന് ഇടിച്ചിട്ടുണ്ട്. ആ വണ്ടിയിലുള്ള ആൾക്കാർ മറിഞ്ഞു വീണ് അവർക്ക് ചെറിയ നാമമാത്രമായിട്ടുള്ള ചെറിയ പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. അവരെ കൊണ്ട് അന്ന് രാത്രി തന്നെ പോലീസ് വിളിച്ചു വരുത്തി പരാതി എഴുതി മേടിച്ചു. എൻ്റെ വണ്ടി അവരെ ചെന്ന് ഇടിച്ചു, റാഷ് ആൻഡ് നെഗ്ലിജന്റ് ഡ്രൈവിംഗ് ആണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇൻഷുറൻസ് കേസിലൊക്കെ എനിക്കത് വലിയ ബാധ്യതയായി. കാരണം എന്താ വെച്ചാൽ പോലീസിൻ്റെ റിപ്പോർട്ടൊക്കെ എന്നെ ഇടിച്ച വണ്ടിയില്ല, എൻ്റെ വണ്ടി വേറൊരു വണ്ടിയിൽ ചെന്ന് ഇടിച്ചു എന്നാണ്, ഞാൻ റാഷ് ആൻഡ് നെഗ്ലിജന്റ് ആയിട്ട് ഡ്രൈവ് ചെയ്തു എന്നുള്ളതാണ്. 40 ലക്ഷത്തിന് മുകളിൽ രൂപ ഹോസ്പിറ്റലിൽ ചിലവ് വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ്
ഈ പോലീസിൻ്റെ ഈ പരാതി കൊണ്ട് സംഭവിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ആരെയും അറസ്റ്റ് ചെയ്തിട്ടോ അതുമായി ബന്ധപ്പെട്ടിട്ട് അത് വലിയ ചതിയായിരുന്നു പോലീസ് ചെയ്തത് അല്ലേ? വല്ലാത്തൊരു ദ്രോഹമാണ് എന്നോട് ചെയ്തത്. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ജീവൻ തിരിച്ചു കിട്ടിയത് വലിയ ഭാഗ്യം. ഇനിയിപ്പോൾ പൈസ കിട്ടിയില്ല, നഷ്ടം സംഭവിച്ചു എന്നൊന്നും പരിതപിക്കാനുള്ള അധികാരം നമുക്കില്ലല്ലോ. കാരണം ഇത്രയും ആളുകളുടെ പ്രാർത്ഥന കൊണ്ട് തിരിച്ചു കിട്ടിയിട്ടുള്ള ജീവിതം കിട്ടി, അത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ടും അതിനോട് നന്ദിയോടുകൂടി സ്മരിക്കുക എന്നല്ലേ വേണ്ടു. അല്ലാണ്ട് ആ കാര്യത്തെ പറ്റി ആലോചിച്ച് വിഷമോ ദുഃഖമോ ഖേദമോ ഒക്കെ സൂക്ഷിക്കുന്നത് ഒരു ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ കാര്യത്തെ പറ്റി വല്ലാണ്ട് ബോധേടല്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ ചാനലിൻ്റെ വിജയം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന അകമഴിഞ്ഞ പിന്തുണയാണ്. ഈ പിന്തുണ നിങ്ങൾ വീഡിയോകൾ കണ്ട് ഞങ്ങൾക്ക് നൽകുന്നുണ്ട്. ഞങ്ങളുടെ വീഡിയോകൾ എല്ലാ ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, നിങ്ങളുടെ ഒരു ചെറിയ അശ്രദ്ധ ഞങ്ങൾക്ക് കൂടുതൽ സഹായം ലഭിക്കുന്നതിന് തടസ്സമാവുന്നുണ്ട്. അതായത് നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ദയവായി ആ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. 1 മിനിറ്റിന് താഴെ സമയം വേണ്ടുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്താലേ നമുക്ക് ഈ ചാനൽ ഇനി മുന്നോട്ട് പോകാൻ കഴിയൂ. നിങ്ങൾ ഓരോരുത്തരും ദയവായി ഈ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ ചാനൽ ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണം. ഇത് ഈ ചാനലിനെ നിലനിർത്താൻ നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ സഹായമായിരിക്കും. ഈ സഹായമാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഇങ്ങനെ നിങ്ങളുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് തുടർന്നും മറ്റാരും പറയാത്ത സത്യങ്ങളും വാർത്തകളുമായി നിങ്ങളുടെ മുന്നിൽ വരാൻ കഴിയൂ. ഇത് വ്യക്തിപരമായ എൻ്റെ ഒരു അഭ്യർത്ഥനയായി കണക്കിലെടുത്ത് ദയവായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്.